ഗ്രന്ഥപുരകൾ നാടിന്റെ വിജ്ഞാന ഭണ്ഡാരമാണെന്ന് കെ പി മോഹനൻ എം.എൽ.എ. പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാല 75ാം വാർഷികാഘോഷം പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് എൽ.പി. സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പൂക്കോട് വായനശാല, മഹാത്മാഗാന്ധി സ്മാരക വായനശാല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ബന്ധമാണ്. അതുമാത്രമല്ല, നമ്മുടെ സാധാരണഗതിയിൽ ഒരു വായനശാല എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ടതുമായിട്ടാണ്. അവിടെ ഗാനവും അതോടൊപ്പം തന്നെ വായനയും അതോടൊപ്പം തന്നെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കൊക്കെ തന്നെ വരികയാണ്. അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കാൻ പറയാം. പഴയ കാലത്ത് തന്നെ ലൈബ്രറി എന്ന് പറയുമ്പോൾ, വായനശാല എന്ന് പറയുമ്പോൾ അത് ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെ വിളക്കായി നിന്നതാണ് വായനശാലകൾ. പി.എൻ. പണിക്കർ തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഐ.വി. ദാസൻ മാസ്റ്റർ അതിനെ പുനരുദ്ധീകരിച്ചുകൊണ്ട് ജനകീയവൽക്കരിച്ചുകൊണ്ട് എല്ലാ പ്രദേശത്തും ചെറുതും വലുതുമായ വായനശാലകളെ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ നാടിൻ്റെ ഐശ്വര്യമായിട്ട് മാറിയിരിക്കുകയാണ്. പൂക്കോട് മഹാത്മാഗാന്ധി സ്മാരക വായനശാല 75ാം വാർഷികാഘോഷമാണ് പൂക്കോട് തൃക്കണ്ണാപുരം വെസ്റ്റ് എൽ.പി. സ്കൂളിൽ നടന്നത്. വായനശാലയുടെ സ്ഥാപക പ്രവർത്തകൻ ഇ.എൻ. കരുണാകരനെയും നഗരത്തിലെ മുതിർന്ന വ്യാപാരികളെയും മുതിർന്ന ഓട്ടോ ഡ്രൈവർമാരെയും ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി. പ്രദീപൻ ചടങ്ങിൽ ആദരിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി. ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗങ്ങളായ എൻ. ധനഞ്ജയൻ, എം.പി. സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ. സുധീർ ബാബു, പാട്യം പഞ്ചായത്ത് അംഗം പി. അനയ, ലൈബ്രറി കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ. സുരേന്ദ്രൻ, വായനശാല പ്രസിഡന്റ് ഇ. കെ. ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കോട് മഹാത്മാ മ്യൂസിക് ട്രൂപ്പിന്റെ ഗാനമേളയും വിദ്യാർത്ഥികളുടെ നൃത്തങ്ങളും കൈകൊട്ടിക്കളിയും സംഗീതശില്പവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.